ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്ന നദി ഏത്? കോങ്കോയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്ന നദി. ബെയ്ക്കൽ തടാകം ഏതു രാജ്യത്താണ്? റഷ്യയിലാണ് ബെയ്ക്കൽ തടാകം. ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില ഏത്? ആഗ്നേയ ശിലയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില. തക്ലാമക്കാൻ മരുഭൂമി ഏതു രാജ്യത്താണ്? ചൈനയിലാണ് തക്ലാമക്കാൻ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജല പ്രവാഹമേത്? അറ്റ്ലാന്റിക് സർക്കംപോളാർ കറന്റ് അഥവാ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജല പ്രവാഹം. ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമേത്? ഖൈബർ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡെക്കാൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത്? തഞ്ചാവൂർ ആണ് തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ച നദി ഏത്? പെരിയാർ ആണ് ശ്രീ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ച നദി. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത്? വൈപ്പിൻ ആണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ്. ക്രാഡിൽ ഓഫ് എവല്യൂഷൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലിയാണ് ക്രാഡിൽ ഓഫ് എവല്യൂഷൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം.